ഡൽഹിയിലെ തമിഴ്നാട് ഹൌസിന് ബോംബ് ഭീഷണി. സുപ്രീം കോടതി ജസ്റ്റിസ് ആർ മഹാദേവൻ ഉൾപ്പെടെയുള്ള അതിഥികളെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. ബോംബ് സ്ക്വാഡ് പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഡൽഹിയിലെ തന്ത്രപ്രധാന ഇടങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള ഭീഷണി സന്ദേശം എത്തുക, പിന്നീട് പരിശോധന, പിന്നീടൊന്നും കണ്ടെത്താനാകാതെ ആ തെരച്ചിൽ അവസാനിപ്പിക്കുക, ആരാണ് തുടർച്ചയായുള്ള ഇത്തരം ഭീഷണികൾക്ക് പിന്നിൽ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ഇതെന്താണ് സംഭവം? വ്യക്തമാവുന്നത് എന്താണ് ബൽറാം? റിജിത്ത്, വ്യക്തമാകുന്നത് ഇതും സമാനമായി ഡൽഹിയിലെ റിജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ, വിമാനങ്ങളിൽ, ഒപ്പം തന്നെ സ്കൂളുകളിൽ നേരത്തെ ലഭിച്ച വ്യാജ ബോംബ് ഭീഷണി സന്ദേശത്തിന് സമാനമായ ഒരു ഭീഷണി സന്ദേശം തന്നെയാണ് ഡൽഹിയിലെ ഈ തമിഴ്നാട് ഹൗസിനും ലഭിച്ചത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് ഡൽഹിയിലെ ചാണക്യപുരിയിലുള്ള ചാണക്യപുരി എന്നുള്ളത് തന്ത്രപ്രധാനമായ ഒരു പ്രദേശം കൂടിയാണ്. വിദേശ രാജ്യങ്ങളുടെ എംബസികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ഇവിടെയുള്ള ഈ ന്യൂ തമിഴ്നാട് ഹൗസിന് ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന ഭീഷണി ഇമെയിലിലൂടെ ലഭിച്ചത്. തുടർന്ന് ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ബോംബ് സ്ക്വാഡും കൂടാതെ ഈ K9 സ്ക്വാഡും എത്തി പരിശോധന നടത്തുകയുമായിരുന്നു. വിദഗ്ധ പരിശോധന തന്നെ ഇവിടെ നടത്തി. കാരണം വിശിഷ്ട വ്യക്തികൾ പലരും ഈ തമിഴ്നാട് ഹൗസിൽ താമസിക്കുന്നുണ്ട്. സുപ്രീം കോടതി ജസ്റ്റിസ് ആർ മഹാദേവൻ അടക്കമുള്ളവർ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടിയാണ് സാഹചര്യം കണ്ടത്. അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ള അതിഥികളെയും ജീവനക്കാരെയും പുറത്തിറക്കി അകത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. വിശദമായ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഈ തമിഴ്നാട് ഹൗസിലെ ജീവനക്കാരെ ഉൾപ്പെടെ ദേഹപരിശോധന നടത്തി. അതിനുശേഷമാണ് തിരികെ സാധാരണ നിലയിലേക്ക് ഇവരെ എല്ലാവരെയും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. ഒന്നും അസ്വാഭാവികമായി കണ്ടെത്താൻ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ ഇതൊരു വ്യാജ ഭീഷണിയാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്നാൽ ഈ ഇമെയിൽ അയച്ചത് ആര് എന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.